കുട്ടികൾ പേരൻസിനോട് ഒരു കാര്യം തുറന്നു പറയില്ല. തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് അവിടെ കിട്ടുന്നില്ല. ഇപ്പൊ ചില കുട്ടികളുടെ വീടുകളിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകിക്കില്ല, അവനവന്റെ ഡ്രസ്സും എടുത്തു വെക്കില്ല, അവനവന്റെ ഡ്രസ്സ് സ്കൂൾ വിട്ട് വന്ന ബാഗ് ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ സോഫയിൽ സെറ്റിൽ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് നേരെ അമ്മയെ ഫുഡ് ഭക്ഷണം കഴിക്കാൻ ഓടിപ്പോകുന്ന കുട്ടികളുണ്ട്. എന്റെ ആഗ്രഹം നടക്കാത്തത് കൊണ്ട് എന്റെ മകനിലൂടെ അല്ലെങ്കിൽ എന്റെ മകളിലൂടെ ഞാനത് സാധിച്ചെടുക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്ത് പഠിക്കണം, അവരെന്തിലെത്തണം, അവർക്ക് എന്താണ് കഴിവ്, അവരുടെ കഴിവ് നമുക്ക് കണ്ടെത്താം. ഓരോ പേരന്റും കണ്ടെത്താം അവരുടെ കഴിവ് എന്താണെന്ന്. പക്ഷെ കുട്ടി ആരായി മാറണം, കുട്ടി ആരാക്കി മാറ്റണം എന്ന് തീരുമാനിക്കേണ്ടത് കുട്ടിക്ക് വിട്ടുകൊടുക്കണം. ആൺകുട്ടി കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ പുതിയ പെൺകുട്ടി കയറി വരുമ്പോൾ അമ്മ പറയുകയാണ്, അവന് ഭക്ഷണം ഞാൻ കൊടുത്തോളാം, അവന്റെ ഡ്രസ്സ് ഞാൻ വാഷ് ചെയ്തോളാം, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഞങ്ങളോട് ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ അവൻ. അപ്പൊ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു നിർത്തി. പക്ഷെ അതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ടോപ്പിക്കാണ് പാരന്റിങ് എന്ന് പറയുന്നത്. പാരന്റിങ് ഒരു ടോപ്പിക്കായിട്ട് എടുത്താൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇപ്പൊ നമ്മള് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഇപ്പൊ മാം തന്നെ കുറച്ച് നേരത്തെ പറഞ്ഞു, കുട്ടികളെക്കാളും പ്രശ്നം പാരന്റ്സിനാണ് ഒരു പരിധി വരെ. കാരണം ഒന്നാമത്തേത് ജനറേഷൻ ഗ്യാപ്പ് വന്നപ്പോൾ ഇപ്പോഴത്തെ പാരൻസ് ഒരുപാട് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ശരിക്കും പാരന്റിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനായിട്ടുള്ള അവയർനെസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വളരെ കുറവാണ്. ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഗൈഡ് ലൈൻസും കാര്യങ്ങളും ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യുമ്പോൾ പാരൻസിന് കണ്ടക്ട് ചെയ്യുന്ന കുറച്ച് ക്ലാസ്സുകളുണ്ട്. മാം ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് പാരൻസിന് ക്ലാസ് എടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അതിൽ ഉൾപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ? അത് പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം ആദ്യം. അതായത് നമ്മളിപ്പോൾ ഒരു ചെടി നട്ടു, ആ ചെടി നട്ടെങ്കിൽ നമ്മളതിന് ആദ്യം എന്ത് ചെയ്യണം, കുഴിയെടുക്കണം. കുഴിയെടുത്തു, ആ വിത്ത് നട്ടു, അത് മുളച്ച് വരുന്നു, തൈ വലുതായി വരുന്നു, നമ്മളതിന് വളം കൊടുത്തു, അത് വെള്ളം ഒഴിച്ചു കൊടുത്തു, അതങ്ങനെ അത് വളർന്നു വരുമ്പോൾ നമുക്കതിന് ഫലം കിട്ടുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾ വളർന്ന് വലുതായി വരുമ്പോൾ അതാത് സമയത്ത് തക്ക സമയത്ത് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്ത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ചെയ്യുന്നതാണ് പാരന്റിങ്. നല്ല ഡെഫിനിഷനാണ്. കാരണം വെച്ചാൽ അത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. കാരണം അപ്പോഴാണ് നമ്മളപ്പോൾ ചെയ്തു വരുമ്പോൾ ആ വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യുക എന്നുള്ളത് ഫോക്കസ് ചെയ്യുക. ദാറ്റ് ഇസ് പാരന്റിങ്. അതിനകത്ത് കുറവുകൾ വരുമ്പോഴാണ്, അതിനകത്ത് വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ പാരന്റിങ്ങിനെ തമ്മിൽ നമുക്ക് രണ്ടൊരു ക്ലാസിഫൈ ചെയ്ത് പറയാറുണ്ട്. നല്ല രീതിയിലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ട്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറവായിരിക്കും, എന്നാലും അങ്ങനെയുള്ള ആളുകളുണ്ട്. സ്ട്രിക്ട്ലി പാരന്റിങ് ചെയ്യുന്ന ആളുകളുണ്ട്. അതേസമയം അതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ട് ഫ്രണ്ട്ലി പാരന്റിങ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിന് നല്ല രീതിയിലുള്ള ഗുണങ്ങളും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഡിമെറിറ്റ്സും ഉണ്ട്. അതിനെങ്ങനെ ക്ലാസിഫൈ ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും? ഞാൻ പറയുന്നത് രണ്ടും ശരിയല്ല. അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റിങ് എന്ന് പറഞ്ഞാൽ കുട്ടികളും പേരൻസും തമ്മിൽ അകൽച്ച വരികയാണ്. അവർ തമ്മിൽ യാതൊരു അടുപ്പുണ്ടാവില്ല. കുട്ടികൾ പേരൻസിനോട് ഒരു കാര്യം തുറന്നു പറയില്ല, തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് അവിടെ കിട്ടുന്നില്ല. അവർ ആ പേരൻസിൻ്റെ അടുത്തേക്ക് ചെന്ന് അവരുടെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ എന്തെങ്കിലും പറയാനായിട്ട് തിരിച്ച് പ്രതികരിക്കുന്ന എന്താണെന്ന് അറിയില്ലാത്തത് കൊണ്ട് അവർ ശരിക്കും അതിൽ നിന്ന് മാറിപ്പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. പേടിയാണ് അവർക്ക്, ഭയങ്കര പേടിയാണ്, മാറിപ്പോകുന്ന അവസ്ഥ വരും. റെസ്ട്രിക്ഷൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പിള്ളേരും പേരൻസ് തമ്മിൽ അകൽച്ച വരും. അത് മാനസികമായിട്ടുണ്ടാകാം, ശാരീരികമായിട്ടുണ്ടാകാം, ഫിസിക്കലി അവരും മാറിപ്പോകും, അവരുടെ അടുത്തേക്ക് അടുക്കാത്ത ഒരവസ്ഥ വരും. അങ്ങനെയുള്ള കുട്ടികളാണ് മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുക, അവരുടെ അടുത്ത് അവരുടെ കാര്യം ഷെയർ ചെയ്തിട്ട് പേരൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾ കൂട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്നും അവർ സ്വീകരിക്കുന്നത്. ഇനി അടുത്തത് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാരന്റിങ്. ഫ്രണ്ട്ലി ആയിട്ടുള്ള പാരന്റിങ് നല്ലതാണ്, പക്ഷേ ഒത്തിരി ഫ്രണ്ട്ലി ആയിട്ടുള്ള പാരന്റിങ് കൊള്ളില്ല. കാരണം എന്താ വെച്ചാണെങ്കിൽ അവർ നോക്കുമ്പോൾ പേടിയുണ്ടാവില്ല. ഇവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, നല്ല കൂട്ടുകാരോട് പറയുമ്പോൾ പറയും, തോളത്ത് കയറ്റി നടക്കും, അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. എല്ലാ കാര്യങ്ങളും ആവശ്യത്തിന് ചെയ്തു കൊടുക്കുന്ന ഒത്തിരി പേരൻസ് ഉണ്ട്. അത് സമയാസമയത്ത് അവർ ചോദിച്ചും ചോദിക്കാതെയും ചെയ്തു കൊടുക്കുന്ന പേരൻസ് ഉണ്ട്. അതൊരു ഫ്രണ്ട്ലി ആയിട്ട് പേരൻസ് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവരെ വഷളാക്കാന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കിട്ടുമ്പോൾ അവർ പിന്നെ പേരൻസിനോട് ഒരു ഭയമില്ലാതായി വരുന്നു. പിന്നെ അവിടെ പിള്ളേർ ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല. അതിന് അവരുടെ കാര്യങ്ങൾ നേടാനായിട്ട് അവർ എന്ത് വഴിയാണ് കണ്ടെത്തേണ്ടത് വെച്ചാൽ
ക്യാഷ് ആണല്ലോ മെയിൻ ആവശ്യം പിള്ളേർക്കാണെങ്കിലും ഈ ടീനേജ് പ്രായത്തിൽ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛനോട് ചോദിച്ചാൽ തരും, എൻ്റെ അമ്മയോട് ചോദിച്ചു തരും എന്നുള്ള രീതിയിൽ അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ആ സ്നേഹം ബഹുമാനം എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആണ് എപ്പോഴും നല്ലത്. അതെ രണ്ടും. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പറയും കുട്ടികൾക്ക് ഒരു സ്റ്റേജ് ഉണ്ട്. ഇപ്പൊ ന്യൂ ബോർണിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പോലെയുള്ള അഡോളസൻസിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ പാരന്റിങ്ങും ആ ഒരു സ്റ്റേജുകൾ തമ്മിൽ, കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതികളും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? പാരന്റിങ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണോ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാരന്റിങ് ലൈഫ് ലോങ് പ്രോസസ് ആണോ എന്ന് വെച്ചാൽ ഒരു പരിധി വരെ പാരന്റ്സ് ഉള്ളിടത്തോളം ലൈഫ് ലോങ് തന്നെയാണ്. കാരണം ഒരിക്കലും അവരുടെ പാരന്റ് അല്ലാണ്ട് ആവുന്നില്ലല്ലോ. അപ്പോൾ ആ സാഹചര്യം അനുസരിച്ച്, ഏജ് അനുസരിച്ച്, അവരുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആണ് നമ്മൾ അവരെ പാരന്റിങ് ചെയ്യേണ്ടത്. അതായത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അവരോടൊപ്പം ചേർത്ത് നിർത്താനും ഓരോ പാരന്റും തയ്യാറാവണം. അപ്പോഴാണ് ഈ ഇൻട്രാക്ഷൻ പേരൻസും മക്കളും തമ്മിലുള്ള, കുട്ടികളും തമ്മിലുള്ള ആ ഒരു ബന്ധം നിലനിൽക്കുള്ളൂ. അത് എത്ര വയസ്സ് വരെ വേണമെങ്കിലും ആവാം. പിന്നെ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ കുട്ടികളെ നമുക്കതിന് കിട്ടില്ല എന്ന് മാത്രം. കിട്ടില്ല, കാരണം അവരവരുടേതായ ലോകത്തേക്ക് മാറുകയാണ്. പക്ഷേ കിട്ടുന്നിടത്തോളം നമ്മൾ പേരന്റ് തന്നെയാണ്, പാരന്റിങ്ങും ആവാം. പക്ഷെ വിവാഹത്തിനൊക്കെ ശേഷം പല കുടുംബങ്ങളിലും ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ അമ്മമാർക്ക് ആൺകുട്ടികളോട് ഒരു അറ്റാച്ച്മെന്റ് എപ്പോഴും കൂടുതലാണ്. സ്വാഭാവികം, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ കല്യാണത്തിന് ശേഷവും മകനെ ഒരു പിടിച്ചു വെക്കുന്ന സ്വഭാവം, ഇച്ചിരി പൊസസീവ്നെസ്, പുതിയൊരാൾ വന്നാലും എൻ്റെ മോൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യും, അനാവശ്യമായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കുക, അതായത് അമ്മയുടെ കൺട്രോളിൽ തന്നെ മക്കളെ നിർത്തുന്ന ഒരു രീതി ഇപ്പൊ പുതിയ രീതിയിൽ വരുമ്പോൾ അവരുടെ ഒരു പൊസസീവ്നെസ് ആണ് ശരിക്കും നമുക്ക് അറിയാം. പക്ഷെ അതെങ്ങനെ ബാധിക്കുന്നുണ്ട് ആളുകളെ? അത് നല്ല രീതിയിൽ ബാധിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സിംഗിൾ ആയിരിക്കണ സമയത്ത് നമ്മൾ കൊടുക്കുന്ന പേരന്റിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു രക്ഷകർത്താവ്, ഒരു അച്ഛനോ അമ്മയോ ചെയ്തു കൊടുക്കേണ്ട പേരന്റിങ് ആണ്. അവരത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഒരു പുതിയ കുട്ടി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ആ പുതിയ കുട്ടിയെയും കൂടി നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ ആ വന്നു കയറുന്ന കുട്ടിക്ക് അത് ബുദ്ധിമുട്ടാ. കാരണം അവള് നോക്കുമ്പോൾ ഇത്രയും നാളും അച്ഛനമ്മയും നോക്കി, അതുകൊണ്ട് ഇപ്പോഴും അച്ഛനമ്മയും നോക്കും. പിന്നെ എൻ്റെ ആവശ്യം അവിടെ വരില്ല. അവൾക്ക് ആ സ്നേഹം ഷെയർ ചെയ്യാനോ ഭർത്താവിൻ്റെ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആൺകുട്ടി കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞാൽ പുതിയ പെൺകുട്ടി കയറി വരുമ്പോൾ അമ്മ പറയുകയാണ്, അവന് ഭക്ഷണം ഞാൻ കൊടുത്തോളാം, അവൻ്റെ ഡ്രസ്സ് ഞാൻ വാഷ് ചെയ്തോളാം, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഞങ്ങളോട് ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ, അവൻ മോള് കഴിച്ചിട്ട് പൊക്കോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പം അതിന് നല്ല പേരന്റിങ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ശരിക്കും വന്നു കയറുന്ന കുട്ടി, കല്യാണം കഴിഞ്ഞ കുട്ടി വരുന്നുണ്ട് എങ്കിൽ അവൾക്ക് നമ്മൾ അവൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്തം കൂടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവരുടെ തലമുറ വരുമ്പോഴത്തേക്ക് അവർക്ക് ആ പേരന്റിങ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർക്കൊരു കുട്ടിയായി കഴിയുമ്പോൾ ഇത് ശീലിച്ചേക്കണത് ഇതുപോലെ ആകുമ്പോൾ അവർക്കൊരിക്കലും നല്ലൊരു പേരന്റ് ആവാൻ പറ്റില്ല. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കുട്ടികളും അപ്പൊ കൂടുതലായിട്ടും ഈ PTA മീറ്റിങ്ങിലും അല്ലെങ്കിൽ PTA മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേനും, കാരണം ഒത്തിരി കുട്ടികളെ പാരന്റ്സ് അവിടെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലർക്ക് മാർക്ക് കൂടുതലായിരിക്കും, ചിലവര് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഭയങ്കരമായിട്ട് ബോൾഡായിട്ട് പെർഫോം ചെയ്യുന്നവരായിരിക്കും. ഒരു കമ്പാരിസൺ വരും. വീട്ടിൽ വന്നിട്ട് ഒരു ആ കൊച്ചിനെ കണ്ടുപഠിക്കേ, അല്ലെങ്കിൽ നമ്മുടെ വീടിന് വേറെ ഒന്നും വേണ്ട, ബന്ധത്തിലുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ വീടിന്റെ തൊട്ടടുത്തുള്ള കുട്ടി, അവള് ഫുൾ A+ മേടിച്ചു, നീ ഇങ്ങനെ നടന്നോ, അല്ലെങ്കിൽ അവള് പാട്ടിനും ഡാൻസിനും ഒക്കെ ഫസ്റ്റ് ആണ്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അങ്ങനെ ഒരു കമ്പാരിസൺ അത് കുട്ടികളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? മാനസികമായിട്ട് അവരെ വല്ലാണ്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണത്. മെന്റൽ ടെൻഷൻ, നല്ല പ്രഷർ കൊടുക്കുന്ന കാര്യം അത്. കാരണം എത്രത്തോളം ഞാൻ ചെയ്താലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ അംഗീകരിക്കുന്നില്ല എന്നൊരു തോന്നൽ അവരുടെ മനസ്സിൽ, അംഗീകാരം അത് ചെറുപ്പത്തിലേ അവരുടെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറുകയാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഫോർ എക്സാമ്പിൾ, അതായത് ഒരു കുട്ടി എക്സാം എഴുതി റിസൾട്ട് വന്നു, അവന് 98 മാർക്ക് 100 മേടിച്ചു. അവന്റെ മാക്സിമം ആണ് അവൻ മേടിച്ചിരിക്കുന്നത്. കഴിവില്ലാത്തൊരു കുട്ടിയായിരുന്നു. അവൻ ട്യൂഷന് പോയി സ്വന്തം ശ്രമം കൊണ്ട് 98 വാങ്ങിച്ചു. ഈ 98 വാങ്ങിച്ചു വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് 99 മാർക്കുണ്ട്, 1 മാർക്ക് പോയുള്ളൂ. അമ്മ ചോദിക്കുകയാണ്, നീ അവനെ കണ്ടുപഠിക്കുക, കണ്ടോ 1 മാർക്കല്ലേ അവന്റെ പോയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ, കാരണം എല്ലാ കുട്ടിയുടെയും കഴിവ് ഒരുപോലെ അല്ല.
എല്ലാവരും ഡിഫറെൻറ്റാ, എല്ലാവരും ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും യൂണിക്കാന്ന് പറയാൻ പറ്റില്ല. അവര് ആ വ്യക്തി ആ കുട്ടിയെ മാക്സിമം വാങ്ങിക്കുമ്പോൾ അമ്മ പറയേണ്ടത് ശരിക്കും ഇപ്പൊ ഞാനാണെങ്കിലും പറയുക, അത്രയും മേടിച്ചില്ലേ, ധാരാളം മതി, നമുക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം കേട്ടോ, അടുത്ത പ്രാവശ്യം ഫുള്ള് മേടിക്കാൻ നോക്കാം നമുക്ക്. ആ പറയുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് എന്തുകൊണ്ട് അവരുടെ അത്ര വാങ്ങിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു മാനസികാവസ്ഥയും രണ്ടും രണ്ട് സ്റ്റേജിൽ വരും. എത്ര പഠിക്കുകയും എത്ര ശ്രമിക്കുകയും ചെയ്യുന്ന കുട്ടികൾ വീണ്ടും മോശമാവാനുള്ളൊരു വഴിയാണ് നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴത്. മറ്റേതാകുമ്പോൾ എനിക്ക് എങ്ങനെയും അച്ചീവ് ചെയ്യണം, എങ്ങനെയും ഞാൻ നേടും, എൻ്റെ അമ്മ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ പ്രതീക്ഷിക്കുന്ന ഒരു ചിന്ത, ആ ഒരു ബോധം കുട്ടിക്ക് വരും. അപ്പം അതുകൊണ്ട് എപ്പോഴും നല്ലത് നമ്മൾ നല്ല രീതിയിൽ പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. പല പ്രശ്നങ്ങളും വരുമ്പോൾ ഇപ്പൊ പാരന്റ്സ് അവിടെ ഒരു രക്ഷകനായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇപ്പൊ കുട്ടിക്ക് ഒരു ഇഷ്യൂ വന്നു, അത് എന്തും ആയിക്കോട്ടെ, സ്കൂളിലെ കാര്യമാവാം, അല്ലെങ്കിൽ ബാക്കിയുള്ള കൂട്ടുകാരുടെ ഇടയിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ പിണക്കങ്ങളാവാം, പാരന്റ്സ് വരുന്നു ഇവരുടെ ഒരു രക്ഷകർത്താവ് എന്നുള്ള രീതിയിൽ ഈ പ്രോബ്ലത്തിനെ വന്ന് സോൾവ് ചെയ്ത് പോകുന്നു. പക്ഷെ ഈ സെയിം കുട്ടി തന്നെ പിന്നീട് അവനൊരു ഹയർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ അവളൊരു ഹയർ സ്റ്റഡീസിനോ പുറത്തു പോയി ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു സമയം വന്നാൽ ഇമോഷണൽ ആയിട്ടുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവില്ല, അതായത് പകച്ചു നിൽക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള പ്രോബ്ലം ഫേസിങ് മെന്റാലിറ്റി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് മെന്റാലിറ്റി എങ്ങനെ കുട്ടികളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും? അത് പേരൻസ് ചെയ്യുന്നത് തെറ്റാണ്. കാരണം എന്തൊരു പ്രശ്നം വന്നാലും അവര് ഏജ്ഡായി വരികയാണ്, ഒരു സ്റ്റെപ്പ് കടന്നു വരികയാണ്. അങ്ങനെ വരുമ്പോൾ പേരൻസ് ചെയ്യേണ്ടത് അവരുടെ അന്നേരത്തെ സന്ദർഭത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിപ്പിക്കണം. അവരതിന് പഠിപ്പിക്കണം, മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പൊ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടി, അവൻ തന്നെ തുണി വാഷ് ചെയ്യട്ടെ, അവൻ തന്നെ ഭക്ഷണം കഴിക്കട്ടെ, അവൻ തന്നെ അവന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യട്ടെ. അല്ലാണ്ട് ആഴ്ചയിൽ വീട്ടിൽ വരുന്നു അല്ലെങ്കിൽ മാസത്തെ വീട്ടിൽ വരുന്നു, പേരൻസ് അവിടെ പോയി ചെയ്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സും കൂടെ വീട്ടിൽ കൊണ്ടുവരുന്നു, ആ ഒരു പരിപാടി നിർത്തണം എന്ന് പറഞ്ഞാൽ അവനെ സ്വയം പ്രാപ്തനാക്കാനായിട്ട് ഓരോ രക്ഷിതാവും ശ്രമിക്കണം. ആ പ്രാപ്തനാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവനൊരു ഇൻഡിവിജ്വലായി മാറുക. ആ ഇൻഡിവിജ്വലായി മാറുമ്പോഴാണ് അവന് സമൂഹത്തിൽ എവിടെ ചെന്നാലും എനിക്ക് സാധിക്കും, എനിക്ക് കഴിയും, ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ ഉണ്ടാവുകയും ആ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അവൻ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അവനെ നമ്മളൊരു നല്ല വ്യക്തിത്വത്തിനുടമയാക്കി മാറ്റുക, നല്ല പേഴ്സണാലിറ്റി ആക്കി മാറ്റുക. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ആ നല്ലൊരു പേഴ്സണാലിറ്റി ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യരുത്. അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക, അവസരങ്ങൾ ഒരുക്കി കൊടുത്ത് പറ്റണ കാര്യങ്ങൾ മാക്സിമം അവരെ കൊണ്ട്. ഇപ്പൊ ചില കുട്ടികളുടെ വീടുകളിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകിക്കില്ല, അവനവൻ്റെ ഡ്രസ്സും എടുത്തു വെക്കില്ല, അവനവൻ്റെ ഡ്രസ്സ് സ്കൂൾ വിട്ട് വന്ന ബാഗ് ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ സോഫയിൽ സെറ്റിൽ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് നേരെ അമ്മയെ ഫുഡ് ഭക്ഷണം കഴിക്കാൻ ഓടിപ്പോകുന്ന കുട്ടികളുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിനെ മോശമാണെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം പിന്നെ അതുകൂടാതെ ചില കുട്ടികളുണ്ട് എന്ത് കാര്യത്തിനും അമ്മയെ വിളിക്കുക, അമ്മ ഷൂ എടുത്തേ, അമ്മ സോക്സും എടുത്തേ, അമ്മ എനിക്ക് ഭക്ഷണം റെഡിയായോ, അതങ്ങ് ടേബിളിലേക്ക് വെച്ചേരെ, ഇങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് അവന് സെൽഫ് ചെയ്യാൻ, സ്വന്തം ചെയ്യാനുള്ള പ്രാപ്തനാക്കി മാറ്റണമെങ്കിൽ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കേണ്ട, അവനെ കൊണ്ട് ചെയ്യിക്കുക. ചില കുട്ടികളുണ്ട് അപ്പുറത്തെ വീട്ടിൽ അവർക്ക് അത് ചെയ്തു കൊടുത്തൂലോ, അമ്മയ്ക്ക് എനിക്ക് ചെയ്തു തന്നാൽ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അവർ ചെയ്തു കൊടുക്കട്ടെ, പക്ഷെ മോൻ ചെയ്ത് പഠിക്കണം കേട്ടോ, ചെയ്യിക്കുക. അവനവൻ ഡ്രസ്സ് വാഷ് ചെയ്യാൻ പറ്റുന്ന പ്രായത്തിൽ അവരെ കൊണ്ട് വാഷ് ചെയ്യിക്കുക. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരു ജനറേഷനാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പൊ ഇത്രയും നാള് നമ്മൾ ഇപ്പോൾ വീടുകളിലെ പെൺകുട്ടികളോട് പറയും, ദേ നീ ഇനി കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ പോയി ചെന്ന് കയറാനുള്ളതാണ്, വീട്ടുപണിയെല്ലാം പഠിക്കണം, അവിടുത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം, അതുകൊണ്ട് നീ ചെറുപ്പം മുതലേ ഇന്ന ജോലികൾ ചെയ്ത് ശീലിക്കണം. പക്ഷെ ഒരിക്കലും ഒരു ആൺകുട്ടീനോട് നമ്മളത് പറയുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ഇപ്പോൾ 90s കാലഘട്ടത്തിലെ പാരൻസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ രണ്ടുപേർക്കും ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും കൂടുതൽ വരുന്നത്. അവർ മിക്കവാറും ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുത്തോ മാറി താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഈ ഒരുമിച്ച് തന്നെ താമസിച്ചാലും രണ്ടുപേരും ഈക്വലി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തനാക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഈക്വലി പ്രാപ്തനായിട്ട് നമ്മൾ ചെറുപ്പത്തിലെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ പിന്നീട് ഒരുമിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് അവർക്കത് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവുള്ളൂ. പല കുട്ടികൾക്ക് ചെയ്യാൻ അറിയാന്നുള്ളതാണ് വേറെ സത്യം. ചെയ്യാൻ കാരണം മൈൻഡിനെ സംബന്ധിച്ച് ഇവര് ആവശ്യം വരുമ്പോൾ ചെയ്തിരിക്കും, ആവശ്യം വരുമ്പോൾ ചെയ്തിരിക്കും, ചെയ്യാൻ കഴിവുണ്ട്. പക്ഷെ അവർക്ക് ചെയ്യാനുള്ള സാഹചര്യം കൊടുത്തില്ലെങ്കിലും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാണ്ട് അവരെ കൊണ്ട് മാക്സിമം ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യിക്കുക, അവരതിന് പ്രാപ്തരാക്കി മാറ്റുക. അവിടെ ചെന്നാലും ജീവിച്ചു പോകാനുള്ളൊരു വഴി അതാണ് നല്ലത്. ഇപ്പൊ നമ്മൾ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ
ഇപ്പോൾ ഒരു +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലെത്തി നിൽക്കുമ്പോൾ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പാരൻസിന്റെ ഒരു ആവശ്യമില്ലാത്തൊരു ഇടപെടലുണ്ട്. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഇപ്പൊ പാരൻസിന് ആഗ്രഹം ഭാവിയിൽ ഇപ്പൊ ഒരു ഡോക്ടർ ആവാനായിരുന്നിരിക്കണം, പണ്ട് പഠിച്ചിരുന്ന പറ്റിയില്ല, സാഹചര്യം കൊണ്ട് പറ്റിയില്ല. അപ്പൊ ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് ഈ ക്ലാസ്സുകൾ കിട്ടിയില്ല, ഈ കോച്ചിങ് കിട്ടിയില്ല, ഞാൻ അന്ന് ആ സാഹചര്യം നന്നായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഡോക്ടർ ആയേനെ. എൻ്റെ ആഗ്രഹം നടക്കാത്തത് കൊണ്ട് എൻ്റെ മകനിലൂടെ അല്ലെങ്കിൽ എൻ്റെ മകളിലൂടെ ഞാനത് സാധിച്ചെടുക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ കരിയർ അവിടെ അവൻ്റെ ഇഷ്ടങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിയിട്ട് ഈ പാരൻസിൻ്റെ കാര്യങ്ങൾ മാത്രം ഇവരെ അടിച്ചേൽപ്പിക്കുന്ന എല്ലാവരും അല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ഫ്രീ ആയിട്ട് ചിന്തിക്കുന്നവരുണ്ട്, ഇഷ്ടമുള്ളത് പഠിക്കട്ടെ എന്നുണ്ട്. പക്ഷെ ഒരു 20% ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? അവരുടെ ചിന്താഗതി മാറ്റിയെടുക്കണം. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ തലമുറയിൽ ആ ഒരു ചിന്താഗതി ശരിയേ അല്ല. കാരണം ഇന്നത്തെ കുട്ടികൾ ശരിക്കും എന്ത് പഠിക്കണം, അവരെന്തിലെത്തണം, അവർക്ക് എന്താണ് കഴിവ്, അവരുടെ കഴിവ് നമുക്ക് കണ്ടെത്താം. ഓരോ പേരന്റും കണ്ടെത്താം അവരുടെ കഴിവ് എന്താണെന്ന്. പക്ഷെ കുട്ടി ആരായി മാറണം, കുട്ടി ആരാക്കി മാറ്റണം എന്ന് തീരുമാനിക്കേണ്ടത് കുട്ടിക്ക് വിട്ടുകൊടുക്കണം. കാരണം കുട്ടിക്ക് പല കഴിവുകൾ ഉണ്ടാവും. പക്ഷെ ആ പല കഴിവുകൾ ചിലപ്പോൾ കുട്ടികൾക്ക് പാട്ട് പാടാനായിരിക്കാം, ചിലർക്ക് ഡാൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് വേറെ എന്തെങ്കിലും കോമ്പറ്റീഷൻ എന്തെങ്കിലും പോയിട്ട് വേറെ സ്പോർട്സ് ഐറ്റംസിലായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഡോക്ടർ, നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ, എഞ്ചിനീയർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർക്കുള്ളത്. അപ്പോൾ അവർക്ക് എന്താണോ താല്പര്യം ആ താല്പര്യത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരതിന് വിട്ട് കഴിഞ്ഞാൽ അവർ വിജയിക്കും. അല്ലെങ്കിൽ ഇന്നലെയും നാളെ അവർ നമ്മളുടെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു പ്രായം വരുമ്പോൾ തിരിച്ചു ചോദിക്കും ആ പേരന്റിനോട്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്ക് പറ്റില്ല എന്ന്, നിങ്ങൾ പറഞ്ഞ് നിർബന്ധിച്ചിട്ടല്ലേ പോയി എന്നൊരു തിരിച്ചൊരു ചോദ്യം വരും. അപ്പൊ നമ്മളവിടെ വെറും ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കേണ്ട വരും. കുട്ടികളുടെ താല്പര്യം എന്തോ അതനുസരിച്ച് അവരെ വിടുക. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഇന്നത് ഇന്ന വഴിക്ക് പോയി ഇന്നത് നല്ലതാണ് മോനെ അടിമോളെ എന്ന് സപ്പോർട്ട് ചെയ്യാം, അടിച്ചേൽപ്പിക്കരുത്. ഇപ്പൊ കൂടുമ്പോൾ ഇമ്പോളാണ് കുടുംബം എന്ന് പറയും. പക്ഷെ പല കുടുംബങ്ങൾക്കും ഇന്ന് ഇമ്പമില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാക്കിയെടുക്കുന്ന പല പാരൻസും ഉണ്ട്. വീടുകളിലെ അവർ തമ്മിലുള്ള വഴക്കുകൾ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ നേരത്തെ പഠിക്കാനൊരു സാഹചര്യമില്ല, ആൽക്കഹോളിന്റെ ഉപയോഗം, അമ്മയെ പിടിച്ചടിക്കുന്നു, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടാകും, അത് കുട്ടികളെ ബാധിക്കുന്നു. അപ്പൊ ഈ ചെറുപ്പം മുതലേ ഈ ട്രോമകളെല്ലാം കൊണ്ടാണ് ഈ കുട്ടികൾ നടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാനാണ് പേരൻസ് ശ്രദ്ധിക്കേണ്ടത്. അത് നേരത്തെ പറഞ്ഞ പോലെ കൗൺസിലിംഗ് ക്ലാസ്സുകളിലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് അങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിയെടുക്കുക. അതായത് ആ സാഹചര്യത്തിൽ വളരുന്ന കുട്ടികൾ ഒരിക്കലും നല്ലൊരു ഇതിൽ പോകില്ല. കാരണം വെച്ചാൽ അങ്ങനെയുള്ള കുട്ടികളാണ് മിക്കവാറും ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ആ പല ബുദ്ധിമുട്ടുള്ള ആ കുട്ടികളിലേക്ക് മാറുക. കാരണം അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരാം, അവരുടെ മെൻ്റൽ പ്രഷർ കൂടുക, അവർക്ക് മിക്കവാറും എന്തെങ്കിലും രോഗങ്ങൾക്ക് അടിമയാവാം അവർ, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയാവാം, അല്ലെങ്കിൽ ഇതുപോലെ സമൂഹത്തിൽ എന്തൊക്കെ വൃത്തികേടുകളുണ്ട് ഇതിലെല്ലാം ചെന്നുപെടുന്നത് ട്രോമയപ്പെടുന്ന കുട്ടികളായിരിക്കാം. വീട്ടിലെ സാഹചര്യമായിരിക്കാം കൂടുതൽ അവരങ്ങനെ ആക്കി തീർക്കുന്നത്. പിന്നെ ഇപ്പോൾ പാരൻസിനും അഡിക്ഷനാണ്, ഫോൺ അഡിക്ഷനാണ്, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പരാതികളായിട്ട് കുട്ടികളുണ്ട്. ഇപ്പൊ കുഞ്ഞു കുട്ടികൾ ഉള്ളവർ വരെ പാരൻസ് ഫുൾ ടൈം ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നു, നമ്മളെല്ലാവരും ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ ഈ ഫോണും ടിവിയും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തില് കുറച്ചും കൂടിയൊക്കെ പാരൻസും കുട്ടികളും തമ്മിൽ സംസാരിച്ചിരുന്നു എന്ന് പറയുന്ന പ്രസ്താവനകളുണ്ട്. കാരണം നമുക്ക് വേറെ ശ്രദ്ധകളില്ല. അപ്പൊ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അന്നത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് വർത്താനമൊക്കെ പറഞ്ഞിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും ആർക്കും നേരെയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പൊ ഫോൺ അഡിക്ഷൻ, പാരൻസിന്റെ ഫോൺ അഡിക്ഷൻ കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു? നല്ല രീതിയിൽ ബാധിക്കും. കാരണം ഇപ്പം അച്ഛനും അമ്മയും ജോലിയുള്ളവരാണെങ്കിൽ അവർ ജോലിക്ക് പോയിട്ട് വരുമ്പം ഓഫീസിലെ ടെൻഷനും ഇപ്പം ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന വെച്ചാൽ അവിടുത്തെ ആ ഒരു പ്രഷറൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ആകെ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒന്നുമല്ലെങ്കിൽ TV ആയിരിക്കാം, അല്ലെങ്കിൽ ഫോണായിരിക്കാം. അത് TV എന്ന് പറയുമ്പോൾ മെയിൻ ഹോളിലിരിക്കുമ്പോൾ കുട്ടികൾ കൂടെ ഉണ്ടാകും ബുദ്ധിമുട്ടാണ്. ഫോണാകുമ്പോൾ ഒറ്റയ്ക്ക് പോയിരുന്നവർക്ക് ഒരു സ്വല്പം സ്വസ്ഥതയാണ് അവർ ആഗ്രഹിക്കുന്നത് ഇല്ലേ, ആ ഒരു ഇതിലേക്ക് മാറുന്നു. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് പുറത്തു പോയിട്ട് വരുന്ന അച്ഛനും അമ്മയും വരാൻ കാത്തിരിക്കുകയാണ് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. ആ ടൈം സ്പെൻഡ് ചെയ്യാൻ, അപ്പോൾ ഈ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർ അച്ഛനും അമ്മയും കിട്ടാൻ നേരത്ത് നോക്കുമ്പോൾ അവർ രണ്ടുപേരും 2 ഫോണിലായിരിക്കാം. കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കും ഫോൺ ആവശ്യം വരും, അവരും അതിലേക്ക് അഡിക്റ്റായി മാറുകയാണ്. അത് അച്ഛൻ ഫോൺ താഴെ വെക്കണം നോക്കിയിരിക്കും കുട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ അമ്മ വെക്കണം നോക്കി, അച്ഛനിൽ നിന്ന് അത്ര കിട്ടില്ല, അമ്മമാരെയാണ് പിടിക്കാൻ പറ്റുള്ളൂ. അമ്മ വെക്കണം നോക്കിയിരിക്കും അവരെടുക്കാൻ. ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികളും ഈ ഫോണിന് അഡിക്റ്റായിട്ട് മാറുകയാണ്. കാരണം അവർ കണ്ടു വളരുന്നത് അവരുടെ വീട്ടിൽ അവർ നേരിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയും
മാക്സിമം കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുട്ടികളുടെ മുന്നിൽ അധികം ഉപയോഗിക്കാതിരിക്കുക. ഇപ്പൊ ഫുഡ് കഴിക്കുന്നു, ഡൈനിങ് ടേബിളിൽ വന്നിരുന്നാലും 4 പേരുണ്ടെങ്കിൽ 4 പേരുടെ കയ്യിൽ ഫോണാണ്. 4 പേരുടെ കയ്യിൽ ഫോണാണ്. ഭക്ഷണം കഴിക്കുന്ന കുടുംബങ്ങൾ വളരെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കഴിച്ചോ ഞാൻ വന്നേക്കാന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഒരുമിച്ച് കഴിക്കില്ല. അപ്പൊ പഴയ ഒരു സ്നേഹബന്ധങ്ങളൊന്നും ഡൈനിങ് ടേബിളിൽ പോലും ഇല്ല. എല്ലാവരും പറയും ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്ന്. പക്ഷെ അതൊന്നും പല കുടുംബത്തിലും ഇല്ല. സംസാരം കുറഞ്ഞില്ലേ? ഫോൺ വന്നപ്പോ ആർക്കെങ്കിലും സംസാരിക്കാൻ നേരമുണ്ടോ? തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാരോട് മിണ്ടാൻ നേരമുണ്ടോ? മുറ്റത്താരും വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ദേ വിളിക്കണമെന്ന് പറയാനായിട്ട് ചെന്ന് നോക്കാൻ നേരമുണ്ടോ? ഒരാൾക്ക് ഒരാളോടും ഒരു ഇന്റിമസി ഇല്ലാണ്ടായിരിക്കുന്ന കാലമാണ്. കാരണം ആർക്കും ആരോടും സംസാരിക്കാൻ ഇഷ്ടമില്ല. കാരണം അതിലും വലിയ രസമുള്ള കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ ഇരിക്കുക. അപ്പൊ പിന്നെ ആരോടും കൂട്ടുകൂടാൻ ഇഷ്ടമില്ല. പണ്ടൊക്കെ പറമ്പില് പാടത്തൊക്കെ പോയി ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ കുട്ടിയും പോലും കളിക്കുക. ചെറുപ്പത്തിലത്തെ നമുക്കറിയാലോ, അങ്ങനത്തെ ഒത്തിരി കളികളെ കളിച്ചിരുന്ന കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു പാടമുണ്ടോ? ഇന്ന് അങ്ങനെ ഒരു കളിയുണ്ടോ? എല്ലാവരും എല്ലാം മാറി. ഇന്ന് എല്ലാവരും മൊബൈലിലേക്ക് മാറി. കാരണം അതിനകത്തെല്ലാം ഉണ്ട്. ഇന്ന് വെയിൽ കൊള്ളണ്ട, ഓടിക്കളിച്ച് ശരീരത്തൊന്നും മണ്ണും ചെടിയൊന്നും ആവണ്ട, വീട്ടിനകത്തിരുന്നാ മതി. ഒരു സ്ക്രീനിന്റെ മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം അതിനകത്ത് കിട്ടും. അത് പിന്നെ എന്തിനു പുറത്തേക്ക് പോകുന്നു? വെയിൽ കൊള്ളണ്ട, വേറെ അസുഖങ്ങൾ വരില്ല, പേരൻസിന് സുഖം. കാരണം നോക്കുമ്പോൾ പിള്ളേർ സുരക്ഷിതരാണ്, വീടിനകത്തിരിപ്പുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, പിന്നീട് എന്ത് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള അവർ ചിന്തിക്കുന്നില്ല. അവരും ഇതിന് അഡിക്റ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തു. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാമിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള മലയാളികളുടെ നിലവിലത്തെ കാഴ്ചപ്പാട്, അവർക്കുണ്ടായിരിക്കേണ്ട അവബോധം, പെൺകുട്ടികൾക്ക് അവരുടെ സെക്സ് ഓർഗൻസിനെ കുറിച്ചും, പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരുടെ സെക്സ് ഓർഗൻസിനെ കുറിച്ചും ആർത്തവത്തെ കുറിച്ചിട്ടെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിച്ചു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷൻ ഞങ്ങൾക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. മാമിനെ ഏതെങ്കിലും രീതിയിലുള്ള സർവീസസിന് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്തരം കേസുകൾ ഡീൽ ചെയ്യാനായിട്ട് ആസ് എ കൗൺസിലർ എന്നുള്ള രീതിയിലും ആസ് എ അവയർനെസ് പ്രോഗ്രാമിനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലും മാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇനിയും ഒരുപാട് ആളുകൾക്ക് ഈ സെക്സ് എഡ്യൂക്കേഷൻ, പാരന്റിങ്, ഫാമിലി ഇങ്ങനെയുള്ള ടോപ്പിക്കുകളിൽ നല്ല നല്ല ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. അനീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. Thank you so much.